കൊണ്ട് പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്? വളരെ ശ്രദ്ധിക്കണേ. മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്, മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണെങ്കിൽ മനസ്സിന് ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമല്ല, മനസ്സിന് ഭഗവാനിലേക്ക് ചേരാൻ സാധിക്കും. ഒരു പുഴയ്ക്ക് ഒരിക്കലും കടലിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പറ്റുമോ? പുഴ ചെറുതാണ്, എന്നാൽ കടൽ വിസ്തൃതമാണ്. എന്നാൽ പുഴയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി തദ്വത്കാമായം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സും അതിലേക്ക് ലയിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ എവിടെ ഇരിക്കണോ? ആത്മാനം അന്തർഹൃദി. ദൂരേക്കൊന്നും പോവണ്ട. എവിടെയുണ്ട്? എല്ലാവരുടെയും ആത്മാവായി അന്തർഹൃദി, എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ. പുറത്തേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഭഗവാൻ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഏതുപോലെ? ചക്ഷുർയദേവ ഹൃദയസ്തപരം. ഈ കണ്ണിൻ്റെ കാഴ്ച കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് മറ്റുള്ള വസ്തുക്കളെയൊക്കെ കാണാം, കണ്ണിലെ പ്രകാശം കൊണ്ട്. പക്ഷെ കണ്ണിലുള്ള മനസ്സിലായോ അറിയില്ല? ഉദാഹരണം, കണ്ണിന് കാണണമെങ്കിൽ കാഴ്ചശക്തി വേണം. ആ കാഴ്ചശക്തിയെ കാണിച്ചു തരാൻ കണ്ണിന് സാധ്യമല്ല. ഇതുപോലെ എല്ലാം കാണിച്ചു തരാൻ ഭഗവാന് സാധിക്കും. പക്ഷെ ഭഗവാനെ കാണിച്ചു തരാൻ ഇന്ദ്രിയങ്ങൾക്കൊന്നും സാധ്യമല്ല. മനസ്സിന് ഭഗവാനെ കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രാപ്യ മനസാസഹ യതോ വാചോ നിവർത്തന്തേ. അപ്രാപ്യ മനസാസഹ ഉപനിഷത്തിൽ പറയും, യതോ വാചോ നിവർത്തന്തേ. മനസ്സവിടെ ചെല്ലുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു അത്രേ. കാരണം അപ്രാപ്യ മനസാ, ഈ മനസ്സിന് അതിനെ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനിലേക്ക് മനസ്സിനെ ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കും, ചേർക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞിരിക്കുന്നു. അപ്രകാരമുള്ള ഭഗവാനെ തസ്യാത്മതന്ത്രസ്യ ഹരേരദീശിതു പരസ്യ മായാധിപതേ മഹാത്മന പ്രായേണ ദൂതാ ഇഹ വൈ മനോഹര ചരന്തി തദ്രൂപഗുണസ്വഭാവാം. ആ ഭഗവാനാണെങ്കിൽ ഹരേ അധീശിതു, എല്ലാ മായയ്ക്കും അതീതനായിരിക്കുന്ന, സ്വതന്ത്രനായിരിക്കുന്ന, മായാധിപതിയായിരിക്കുന്ന ആ ഭഗവാന്റെ മാഹാത്മ്യം, ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം ഇവിടെ നടക്കുന്നത്, എല്ലാ സ്വഭാവങ്ങളും പ്രവൃത്തികളും നടക്കുന്നതെന്ന് അറിഞ്ഞാലും എൻ്റെ ദൂതന്മാരെ, ഭൂതാനി വിഷ്ണോ സുരപൂജിതാനി ദുർദശലിംഗാനി മഹാത്ഭുതാനി രക്ഷന്തി തദ്ഭി ഭക്തിമതപരേഭ്യോ മസ്തമത്യാനത സർവദശ്ചാം. എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന വിഷ്ണുവിനെ, ദേവന്മാർ പോലും പൂജിക്കുന്ന ആ വിഷ്ണുവിനെ, ദുർദർശലിംഗാനി കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത ആ ഭഗവാനെ, മഹാത്ഭുതാനി അത്ഭുതങ്ങളിൽ വെച്ച് മഹാത്ഭുതമായിരിക്കുന്ന ഭഗവാൻ ആര് ശരണം പ്രാപിക്കുന്നു? രക്ഷന്തി. ആ ഭഗവാൻ രക്ഷിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. ആരെന്നിലേക്ക് തിരിഞ്ഞോ അവനെ ഞാൻ രക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, തേഷാമഹം സമുദ്ധർത്ഥമത്യ സംസാര സാഗരാൽ. അർജുനനോട് ഭഗവാൻ എടുത്തു പറയാണ്, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തനൊരിക്കലും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ രക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് അത്ഭുതമല്ലേ? അതുകൊണ്ട് ഭഗവാനിലേക്ക് മനസ്സ് തിരിഞ്ഞവർ, നേരത്തെ വിഷ്ണുദൂതന്മാർ പറഞ്ഞത് ശരി തന്നെയാണ്. ധർമ്മം ത്വ സാക്ഷാൽ ഭഗവത് പ്രണീതം നവൈ വിദുർഷയോ നാഭിദേവ ന സിദ്ധമുഖ്യാസുരാ മനുഷ്യ കുതശ്ച വിദ്യാധര ചാരണാധയാ. ഭഗവാന്റെ ആ ധർമ്മം വളരെ കുറച്ച് ആളുകൾക്കേ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ ആളുകളൊന്നും മനസ്സിലാക്കിയില്ല. എന്തിനേറെ പറയുന്നു, ഭഗവത്ഗീത നിറഞ്ഞിരിക്കുന്നില്ലേ ഇന്ന് ഭാരതത്തിൽ? എന്തെല്ലാം ശാസ്ത്രങ്ങൾ നിറഞ്ഞിരിക്കണു, എന്നിട്ട് ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? എത്ര വ്യക്തമായി ഭഗവാൻ പറയുന്നുണ്ട്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽയദതി സിദ്ധയേ യദതാമപി സിദ്ധാനം കശ്ചിന്മാം വേത്തി തത്വദാ അവജാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ ഭൂതമഹേശ്വരം. എത്ര ആവർത്തിച്ച് ഭഗവാൻ പറയണു, എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ബിംബമാകുന്ന പ്രതിബിംബം കാണുന്നത് പരമാത്മാവെന്നറിയടോ. എല്ലാ ബിംബത്തിൻ്റെയും പ്രതിബിംബം ജീവാത്മാവും എല്ലാ ബിംബവും പരമാത്മാവുമാണെന്നൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളിതൊക്കെ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ അമ്പലത്തിലിരിക്കുന്ന ബിംബമാണ് ദൈവം എന്ന് കരുതിപ്പോരുന്നവരാണ് ഭൂരിപക്ഷ ആളുകളും. അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ഭാഗവത ധർമ്മത്തെ ആശ്രയിക്കണം, ഭാഗവതത്തെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയവരാണെങ്കിലോ വളരെ കുറച്ചാളുകളേ ഉള്ളൂ.
ആരൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? 20ഉം 21 ശ്ലോകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഭാഗവതം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഗുണം? ആരാണ് ഭാഗവതത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇത് നമുക്ക് പിന്നീടും ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ശ്ലോകം പലർക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ സാധിച്ചത് ഈ ഭാഗവതം കൊണ്ടാണെന്ന് ഇവിടെ നമുക്ക് കാണാം. ആരൊക്കെയാണ്? സ്വയംഭൂ നാരദ ശംഭൂ കുമാര കപിലോ മനോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാസകീ വയം ദ്വാദശേ വിജാനീമോ ധർമ്മം ഭാഗവതം ഭടാം ഗുഹ്യം വിശുദ്ധം ദുർബോധം യജ്ഞാത്വാ അമൃതമശ്നുതേ. ഈ 2 ശ്ലോകങ്ങൾ. സ്വയംഭൂ, സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. നാരദൻ പറയേണ്ട ആവശ്യമില്ല. ശംഭു, ശംഭു എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ആൾക്കാരല്ലേ? സാക്ഷാൽ ശിവൻ, അതായത് എറണാകുളത്തപ്പൻ. കുമാരൻ, സനൽകുമാരൻ. കപിലോ, കപില ഭഗവാൻ. മനു, സ്വയംഭൂ മനു. പ്രഹ്ലാദോ, പ്രഹ്ലാദൻ ആരാണ്? ദേവനാണോ മനുഷ്യനാണോ അസുരനാണോ? ഒരു അസുരനായ കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. ജനകോ, ജനകൻ എന്ന് പറഞ്ഞാൽ സീതാജിയുടെ പിതാവ്. ഭീഷ്മോ, ഭീഷ്മ പിതാമഹൻ. അപ്പം ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലവണ്ണം ഏതറിയാമായിരുന്നു? ഭാഗവതം നല്ലവണ്ണം അറിയാമായിരുന്നു. ബലി, ഇനി നമ്മൾ കടന്നു വരുന്ന കഥയിൽ വരുന്ന മഹാബലി. വയ്യാസഖി, വ്യാസപുത്രൻ. വയം, ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ആരാണ്? യമരാജാവ്. ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 12 പേര്. ദ്വാദശേതേ വിജാനീമോ, എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ധർമ്മം ഭാഗവതം. എൻ്റെ ഭടന്മാരെ ഭാഗവത ധർമ്മം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാലോ, മനസ്സിലാക്കാനോ? ഗുഹ്യം, വളരെ സൂക്ഷ്മമാണ്. വിശുദ്ധം, മനസ്സിനെ വിശുദ്ധമാക്കുന്നതാണ്, ബാലൻസ് ചെയ്യിപ്പിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ദുർബോധം, അറിയാൻ സാധിക്കാത്തതിനെ അറിയിപ്പിച്ചു തരുന്നതാണ്. അതറിഞ്ഞു കഴിഞ്ഞാലോ യം ജ്ഞാത്വ, അതറിഞ്ഞു കഴിഞ്ഞാൽ അമൃതമസ്നുതേ, മനസ്സ് അമൃതം കൈവരിക്കും. അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നും മുക്തമാകുന്നതിനെയാണ് അമൃതം എന്ന് പറയാം. മൃതം എന്ന് പറഞ്ഞാൽ മരണം, അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ, അതായത് നാശമില്ലാത്ത അവസ്ഥ. ആരിലേക്ക് ചേരണം? നാശമില്ലാത്ത ഭഗവാനിലേക്ക് ചേരണം. ഇപ്പം ഭാഗവതം ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആരിലേക്ക് എത്തണം? ഭഗവാനിലേക്ക് എത്തിയിരിക്കണം. 12 പേരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതം അവർക്ക് പരിവർത്തനം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിലെ കഥകളൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമില്ല, പക്ഷെ അതിൻ്റെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ അപ്പം എന്ത് വേണം? അത് മനസ്സിലാകുന്നത് വരെ വിടരുത്. നമ്മൾ മനസ്സിലാകുന്നത് വരെ ഭാഗവതത്തിൽ തന്നെ പറയും. ഈ ഭാഗവതം ശ്രീമൽ ഭാഗവതം പുരാണതിലകം ഇത് വൈഷ്ണവാനം ധനം യസ്മിൻ പാരമഹംസ്യമേ മമൂലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തശൃണ്വൻ വിഭടൻ വിചാരണപരോ ഭക്തിയാ വിമുച്യന്നര. ഇത് മനസ്സിലാകുന്നത് വരെ ശൃണ്വൻ, എന്ത് ചെയ്യണം? കേൾക്ക് തന്നെ വേണം. കേട്ട് 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 നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് ഏതാവാനേവ ലോകേസ്മിൻ പുംസാം ധർമ്മ പരസ്മൃത ഭക്തിയോഗോ ഭഗവതി തന്നാമഗ്രഹണാദിബി. ഏതാവാൻ, ഇത് തന്നെയാണ് ലോകത്തിൽ, പുംസാം വിവേകികൾക്ക് പരമധർമ്മം, ധർമ്മപരം സ്മൃത, പരമധർമ്മം. അപ്പം നമ്മളിത് ഉറപ്പിക്കണേ. എന്തിനു വേണ്ടി ഇങ്ങോട്ട് ജനിച്ചു വന്നു? എന്തിനാണ് നമ്മൾ ജനിച്ചു വന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് സ്പഷ്ടമാവണം. എന്തുകൊണ്ട് ഞാൻ ജനിച്ചു വന്നു? കാരണം എൻ്റെ മനസ്സ് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. അപ്പം എൻ്റെ മനസ്സ് എവിടെ നിന്നോ വിട്ടുവന്നതാണ്. ആരിൽ നിന്ന് വിട്ടുവന്നു? ഭഗവാനിൽ നിന്ന് വിട്ടുവന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ജനിക്കേണ്ടി വന്നു. ഇനി ഈ ജന്മത്തിൽ എൻ്റെ മനസ്സിനെ ഞാൻ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനിയും എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരില്ല. അപ്പം ഞാൻ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരാനാണ്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അതുകൊണ്ടാണ് അതിനെ പരമധർമ്മം എന്ന് പറഞ്ഞത്. പരോധർമ്മോ, അതാണ് എൻ്റെ പരമധർമ്മം. അതിലപ്പുറം എനിക്കൊരു ധർമ്മം ഇല്ല. അപ്പോൾ പിന്നെ അപ്പുറം ഒരു ധർമ്മം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ കൂടെ വ്യവഹാരധർമ്മം. വ്യവഹാരധർമ്മം ശരീരത്തിൻ്റെയും പരമധർമ്മം മനസ്സിൻ്റെതുമാണ്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ നയിച്ച് മുന്നോട്ട് പോയാൽ നാമോച്ചാരണമാഹാത്മ്യം ഹരേ പശ്യത പുത്രകാം അജാമിളോപിയേനൈവ മൃത്യുവാശാലമുച്യത. ഇതാണ് നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വം. ആ വിഷ്ണുദൂതന്മാർ പറഞ്ഞത് ശരിയാണ്. നിങ്ങളും നാമസങ്കീർത്തനം ചൊല്ലൂ എന്നാണ്. നിങ്ങളുടെ മനസ്സ് ഉയരണമല്ലോ. ആരുടെ മനസ്സ്?
യമദൂതൻ. അതുകൊണ്ട് പുത്രക എന്നൊക്കെയാണ് വിളിക്കുന്നത്. പുത്രന്മാരെ നിങ്ങളും ചൊല്ലൂ, അതാണ് മൃത്യുപാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കും. ഇപ്രകാരം പറഞ്ഞ് ഏതാവതാലമഖ നിർഘണായ പുംസം സങ്കീർത്തനം ഭഗവതോ ഗുണകർമ്മനാംനാം വികൃശ്യ പുത്രമഘവാൻ യദ അജാമിലോപി നാരായണ നാരായണ ഇതി മ്രിയമാണ ഇയായ മുക്തിം. ഏതാവതാലം അകം നിർഘരണായ പുംസം, എല്ലാ അകത്തിൽ നിന്നും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത പാപത്തിൽ നിന്ന്. പാപം ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ആവില്ല, ചില സാഹചര്യങ്ങളിൽ നമ്മൾ പാപം ചെയ്തു പോകണു. അതാണല്ലോ അർജുനൻ പറയുന്നത്, ഭഗവാനെ അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാധിപ നിയോജിത. ചില സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സെന്നെ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എനിക്കറിയാം തെറ്റാണെന്നൊക്കെ, പക്ഷെ എന്തോ ആ സമയത്ത് എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അതെന്താണ് കൃഷ്ണ കാരണം? ഭഗവാൻ പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനമിഹ വൈരിനം. ഉള്ളിൽ കാമവും ക്രോധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളോടത്തോളം കാലം അതിന് പറ്റിയൊരു അനുകൂല സാഹചര്യം വന്നാൽ നമ്മൾ ആ തെറ്റ് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് തെറ്റാണെന്ന് തോന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിനുള്ളിൽ അറിയാൻ നമുക്കത് തെറ്റാണെന്ന്. അതുകൊണ്ട് ഒരു പക്ഷേ ചില സാഹചര്യത്തിൻ്റെ പ്രേരണ കൊണ്ട് കാമം നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുന്ന സമയത്ത് മനുഷ്യൻ തെറ്റ് ചെയ്തു പോയേക്കാം, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയേക്കാം. ഇനി അതിൽ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്, അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഇനി അതും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. അതിൽ നിന്നും മനസ്സിനെ ഉയർത്തണം. അതിനെന്ത് വേണം? ഈ അജാമിളനെ നോക്കൂ, നാരായണായേതി, നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചു. അതുകൊണ്ട് പ്രായേണ വേദത്തതിദം ന മഹാജനോയം ദേവ്യാ വിമോഹിതമതിർഭതമായയാലം ത്രയ്യാം ജഡീകതമതിർ മധുപുഷ്പിതായം വൈദാനികേ മഹതി കർമ്മണി യുജ്യമാന. നമ്മളെ കളിയാക്ക യമരാജാവ്. ആളുകളുണ്ടല്ലോ എത്രയോ നല്ലൊരു ജന്മം കിട്ടിയിട്ടും വേദ ആ ഭഗവാന്റെ നാമമഹിമ അവർ മനസ്സിലാക്കുന്നില്ല. അവർ വിമോഹിതമതി, അവരുടെ മനസ്സാകെ വിമോഹിതമാണ്. അവരെന്ത് ചെയ്യുന്നു? ജഡീകൃത, ഈ ശരീരത്തിൻ്റെ സുഖത്തിനും മറ്റും വേണ്ടിയിട്ട് മധുപുഷ്പിതായം, ഓരോ വേദങ്ങളിൽ മധുപുഷ്പിതായ നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മം ചെയ്താൽ ഈ ഫലം കിട്ടും, ഇത് ചെയ്താൽ അത് കിട്ടും, ആ വഴിപാട് ചെയ്താൽ ഈ ഫലം കിട്ടും, ഈ വഴിപാട് ചെയ്താൽ ഈ ഫലം കിട്ടും. ഇങ്ങനെ കർമ്മണി യുജ്യമാന, നാമത്തിനോട് യോജിക്കുന്നതിന് പകരം കർമ്മങ്ങളിൽ യോജിക്കുന്നത്. നമ്മൾ കളിയൊക്കെയാണ്. അപ്പം നിങ്ങൾ ആ തരത്തിലുള്ള കർമ്മങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് മനസ്സിൽ ഏത് വയ്ക്കൂ? നാമസങ്കീർത്തനം. നോക്കൂ, നമ്മുടെ അമ്പലങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ചു നേരം അവിടെ ചെന്നിരുന്ന് ഒന്നിച്ച് നാമം ജപിക്കുക, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വഴിപാടും കുന്തങ്ങളൊന്നും വേണ്ട. ഭഗവാന് നിങ്ങളുടെ വഴിപാടല്ല ആവശ്യം. ഭഗവാൻ ആവശ്യം നാമം ജപിച്ച് ഈ മനസ്സിനെ എവിടെ എത്തിക്കണം? ഭഗവാനിൽ എത്തിക്കണം. അതുകൊണ്ട് ഏവം വിമൃശ്യ സുതിയോ ഭഗവത്യനന്ദേ സർവാത്മനാ വിദതേ ഖലു ഭാവയോഗം തേ മേ ന ദണ്ഡമർഹന്യതയധ്യമീശം സ്യാൽ പാതകം തദപി ഹന്തിരുകായവാദ. ആരാണോ തൻ്റെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് ഭഗവതി അനന്തേ സർവാത്മന വിദതേ, തൻ്റെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനിൽ നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനുമായി യോഗം ചെയ്യുന്നത്, ഭാവയോഗം, മനസ്സിനെ യോജിപ്പിക്കുന്നത്, തേ ന ദണ്ഡമർഹതി, അവർക്കൊരു തരത്തിലും ദണ്ഡമില്ല, വേദന അനുഭവിക്കേണ്ടതില്ല. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഇനി അവരെയൊന്നും എങ്ങോട്ട് കൊണ്ടുവരണ്ട? നരകത്തിലേക്ക്. അപ്പം ഭാഗവതം കയ്യിൽ വെച്ചവരെന്നല്ല, ഇനി അതും പറഞ്ഞ് നിങ്ങളിപ്പം തന്നെ പുസ്തകം കയ്യിൽ വെച്ച് നടക്കരുത്. ഭാഗവതം വായിക്കുന്നവരും നാമം ചൊല്ലുന്നവരും മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കുന്നവരുമായിട്ടുള്ള ആളുകളൊന്നും തേ മേ ന ദണ്ഡം, അവർക്കൊരിക്കലും ഞാനിനി ദണ്ഡം കൊടുക്കില്ല എന്ന് അന്ന് ഇയാൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആര്? യമരാജാവ്. എന്ത് പാതകം ചെയ്താലും ശരി, യദ്യമീശം സ്യാൽ പാതകം, ഏത് പാതകം ചെയ്തവരാലും ശരി, ഞാൻ അവരൊക്കെ എക്സംപ്റ്റ് ചെയ്യുന്നു. അവരൊറ്റ ശക്തിയുണ്ട്. നാമസങ്കീർത്തനം കൊണ്ട് ആരെ ഉയർത്താം? മനസ്സിനെ ഉയർത്താം. ഭഗവാനിലേക്ക് നാമം ചെയ്തുകൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ മാജിക്ക് വേറില്ല എന്ന് പറയണം. പിന്നെ അവരുടെ മനസ്സിനെ കണ്ടുപിടിക്കാൻ യമരാജാവിനോ അയാളുടെ ഭടന്മാരോ തെരഞ്ഞു നടന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരും, എന്നാൽ ഇത് കണ്ടുപിടിക്കുക അത്രയും അത്ഭുതമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പം ഇങ്ങോട്ട് ആരും കൊണ്ടുവരണം ചിലരെയൊക്കെ എന്ന്. താൻ ആനയദ്ധം അസതോ വിമുഖാൻ മുകുന്ദ പാദാരവിന്ദമകരന്തരജാജസ്രം നിഷ്കിഞ്ചനെ പരമഹംസകുലൈരസജ്ഞൈ ജുഷ്ടാൽഘ്രയെ നിരയവത്മനിബദ്ധദൃഷ്ണൻ. താൻ ആനയദ്ധം, അവരെ കൂട്ടിക്കൊണ്ടുവന്നോളൂ. ആരെയാണ്?
വിമുഖാൻ. ആരിൽ നിന്ന്? ഭഗവത്പാദാരവിന്ദം. ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കാതെ ഈ പഴയ കാര്യങ്ങളും ഓർത്ത് ഞാൻ പണ്ട് അതായിരുന്നു, പണ്ട് ഇതായിരുന്നു, ഇതാണ് കാര്യം, ശരീരത്തിൻ്റെ വിഷമങ്ങൾ, മുട്ടുവേദന, തലവേദന, മറ്റു വേദന, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ബാക്കി വേദന ഞാൻ അവിടുന്ന് കൊടുത്തോളാം. അവരാരാണ്? ബദ്ധദൃഷ്ടാൻ ഗൃഹേ നിരയവത്മനി. വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒന്നിനും സമയമില്ല. ഒരു സത്സംഗത്തിന് പോകും, സമയമില്ല. എന്നാൽ പിന്നെ വല്ലതിനും സമയമുണ്ടോ? ഉണ്ട്. മുട്ടുവേദന പറയാൻ സമയമുണ്ട്, തലവേദന പറയാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ നല്ലോണം സമയമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ അതിന് മാത്രം ജീവിതം ചെലവഴിച്ച് ഈ പേരക്കുട്ടികളും അതിന് പുട്ടും കടലയും ഉണ്ടാക്കി, ഇതിന് വെള്ളപ്പം ഉണ്ടാക്കി, അതിന് ഇഷ്ടം ഉണ്ടാക്കി, അതിൽ മാത്രം മനസ്സ് വെച്ച് അടയും അപ്പവും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകൾ വെറും ഗൃഹജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാക്കരുതെന്നല്ലേ പറയുന്നത്? അതിനുവേണ്ടി അതിനുവേണ്ടി മാത്രം ചെലവഴിക്കരുത്. സജ്ജനങ്ങൾ നിഷ്കിഞ്ചനൈ പരമഹംസകുലൈരസജ്ഞൈ, സജ്ജനങ്ങളുടെ കൂടെ ചേർന്ന് അല്പം നാമസങ്കീർത്തനം ചെയ്യാൻ സമയമില്ലാത്തവരെയൊക്കെ എവിടെ കൊണ്ടുവരണം? നരകത്തിൽ കൊണ്ടുവരണം. ബാക്കി ഷോ ഞാൻ അവിടെ വെച്ച് കാണിച്ചു കൊടുക്കാമെന്നാണ്. അപ്പോൾ സീരിയൽ മിസ്സായാലും കുഴപ്പമില്ല, ബാക്കി ഭാഗം, കരയുന്ന ഭാഗമൊക്കെ, ഇവിടെ ചിരിക്കേണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ ചിരിച്ചോളൂ, പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കാണിച്ചിരും. ഇനി അതിനും അപകടം പിടിച്ചവർ പറയുന്നുണ്ട്. അതാരാണ്? ജിഹ്വാനഭക്തി ഭഗവൽ ഗുണനാമധേയം ചേതസ്സന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായനോ നമതിയച്ചിരയേ ഗദാബി താനാനയദ്വമസദോ അകൃത വിഷ്ണുകൃത്യൻ. നാവുണ്ട്, എന്നാലും നാമം ജപിക്കില്ല. നാരായണ ഏതി മന്ത്രോസ്തി ജിഹ്വാസ്തി വയവർത്തിനി. നാരായണ എന്ന നാമമുണ്ട്, ജിഹയുണ്ട്, വയവർത്തിനി പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യും. എന്നാലും സമയമില്ല എത്ര അവർക്ക്. അങ്ങനെ സമയമില്ലാത്ത ആളുകൾക്കൊക്കെ ചേതശ്ചന സ്മരതി, തൻ്റെ ചേതസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ സമയമില്ലാത്തവർക്ക്, ഭഗവാനെ നമസ്കരിക്കാൻ സമയമില്ലാത്തവർക്ക് ഞാൻ ധാരാളം സമയം കൊടുക്കാമെന്ന്. എവിടെ? നരകത്തിൽ ചെന്നാൽ അതിനപ്പുറം അവർക്ക് സമയം ഉണ്ടായിക്കൊള്ളും. ആ ഭഗവാൻ ധാരാളം സമയം കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുറേ കിടന്ന് ചാവും തന്നെ. അങ്ങനെ ഒന്നും എളുപ്പം പോവില്ല അവർ, കുറേ അനുഭവിക്കും അവർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവരുത് കുട്ടികളെ. ഇനി നിങ്ങൾ ക്ഷമ ചോദിക്കൂ. യമരാജാവ് ക്ഷമ ചോദിക്കുകയാണ്. എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ച, ഭഗവാനിലേക്ക് നാമസങ്കീർത്തനത്തിലൂടെ തിരിഞ്ഞ ഒരു മഹാത്മാവിനെ ചെന്ന് പാപിഷ്ഠനാണെന്ന പേരിൽ ഒരു അജാമിളനെ പോയി പിടിച്ച നിങ്ങളുടെ പ്രവൃത്തി തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ ഭഗവാനോട് ക്ഷമ ചോദിക്കണം. അപ്പം നമ്മളൊക്കെ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ യമദൂതന്മാർ തൊട്ടാൽ പോലും യമരാജാവ് എന്തു ചെയ്യും? ക്ഷമ ചോദിക്കും. ക്ഷമ്യതം സ ഭഗവാൻ പുരുഷപുരാണോ നാരായണോ സപുരുഷൈയത സത്കൃതം സ്വാനാമഹോന്ന വിദുഷം രചിതാഞ്ജലീനം ചാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നി. ക്ഷമ്യതാം ഭഗവാൻ നാരായണ സപുരുഷൈ യത് അസകൃതം. ഭഗവാൻ നാരായണ, ഞങ്ങളുടെ കുട്ടികൾ ചെയ്തിരിക്കുന്ന, ഞങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റിനെ, എൻ്റെ ദൂതന്മാർ ചെയ്തിരിക്കുന്ന തെറ്റിനെ ക്ഷമ്യതം, ക്ഷമിച്ചാലും. കാരണം അങ്ങയുടെ പാതാരവിന്ദത്തിലേക്ക് മനസ്സ് തിരിച്ച ഒരാളെ എൻ്റെ ഭടന്മാർ ചെന്ന് പോയി പിടിച്ചു, അവർ ചെയ്ത തെറ്റാണ്. ഭഗവാനെ അങ്ങേ അവരോട് ക്ഷമിക്കണമേ. നമ പുരുഷായ ഭൂമ്നി. ആ ഭഗവാനെ നമസ്കരിച്ചു യമരാജാവ്. അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആര് ഭാഗവതത്തിലൂടെ, സജ്ജനങ്ങളിലൂടെ, നാമസങ്കീർത്തനത്തിലൂടെ എന്തെല്ലാം തരത്തിലുള്ള ജീവിതമാണ് അനുഭവിച്ചതെങ്കിലും ഇനിയെങ്കിലും ഇവിടുന്ന് ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക് തിരിച്ച് ക്രമേണ 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 ശനൈർ പരമേ ബുദ്ധ്യ ധൃതിഗൃഹീതയ ആത്മസംസ്ഥം മനഃകൃത്വ, മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആരാണോ തിരിയുന്നത് അവരുടെയൊക്കെ ജന്മം ധന്യമാവും. അവരൊന്നും യമദൂതന്മാരോ യമഭടന്മാരോ യമരാജാവോ തൊടുപോലുമില്ല. കാരണം അവരൊക്കെ സജ്ജനങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കണോ. അതുകൊണ്ട് അവസാനം നമ്മൾ ഓർമ്മിപ്പിക്കണോ, തസ്മാൽ സങ്കീർത്തനം വിഷ്ണോ ജഗന്മംഗളമം ഖസം മഹദാമപി ഗൗരവ്യ വിദ്യേ കാന്തീക നിഷ്കൃതിം ശൃണ്വതാം ഗൃണ്ണതാം വീര്യാണിയുദ്ധാമാനി ഹരേർമുഹു യഥാ സുജായതാ ഭക്തിയാ ശുദ്ധ്യേന്ന ആത്മാ വ്രതാദവി. ഭഗവാന്റെ നാമസങ്കീർത്തനം കേട്ടുകൊണ്ടും ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടും ക്രമേണ ക്രമേണ ആ ഹരിയിലേക്ക് സുജായതാ ഭക്തിയ, ഭക്തി വളർത്തിക്കൊണ്ടുവന്ന്, ഭക്തി കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് മനസ്സ് ഘടിപ്പിക്കാൻ സാധിച്ചാൽ ഇതിൽ പരം ശുദ്ധി വേറെ ഒന്നിലൂടെയും ഉണ്ടാവാൻ പോകുന്നില്ല. എന്ന വ്രതാദപി, മറ്റ് വ്രതങ്ങളെക്കാളൊക്കെ ശക്തിയുള്ള വ്രതമാണ് ഇത് നാമസങ്കീർത്തനം. അതുകൊണ്ടുണ്ടല്ലോ ഏകാദശി വ്രതമോ ദ്വാദശി വ്രതമോ പ്രദോഷ വ്രതമോ ഷഷ്ടിയോ ഇങ്ങനെ പല വ്രതങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നോറ്റിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. പക്ഷേ ഏത് വ്രതം നോൽക്കണം? നാമസങ്കീർത്തനത്തിൻ്റെ വ്രതം നോൽക്കണം എന്നാണ്.
അതുകൊണ്ട് ഇവിടെ എടുത്തു പറയണം, ആത്മാ വ്രതാദപി, വ്രതങ്ങളെക്കാൾ വെച്ച് വലിയ വ്രതമാണ് നാമം ചൊല്ലുന്ന വ്രതം. അത് ചൊല്ലാൻ പ്രയാസമില്ലല്ലോ, അതിന് കുളിക്കണം എന്നില്ല, പല്ലുതേക്കണം എന്നില്ല, പക്ഷെ എണീക്കണം. ഇനിയിപ്പം പറയും, എന്നാ പിന്നെ സ്വാമി എണീക്കേണ്ടതും ഇല്ലല്ലോ എന്ന്. എണീക്കണം, എണീറ്റിട്ട് നാമം ജപിക്കുന്ന വേണം. അങ്ങനെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ, മനസ്സ് ഭഗവാനിലേക്ക് എത്താൻ സാധിച്ചാൽ, അതിൽ പരം ശുദ്ധി മറ്റൊന്നുകൊണ്ടും കിട്ടാൻ പോകുന്നില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഏകാദശി ഒന്നും നോൽക്കരുതെന്നല്ലേ പറയണത്. അതായത് അതിനേക്കാളെല്ലാം ശക്തി ഏതിനുണ്ട്? നാമസങ്കീർത്തനം കൊണ്ടുണ്ട് എന്ന് പറയാണ്. മറ്റതൊക്കെ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പുമാവുവാസമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഉപവാസം. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തം സ്വവൃത്തകൃതിതം ഭഗവൻ മഹിത്വം സംസ്മൃത്യ വിസ്മൃതയോ യമകിങ്കരാസ്തേ നൈവാച്യുതാശ്രയജനം പ്രതിശങ്കമാന ദ്രഷ്ടം ച വിഭ്രതിതത പ്രഭൃതി സ്മരാജൻ. ഇത്തം സ്വഭർത്തകൃതിതം, യമരാജാവ് പറഞ്ഞതെല്ലാം ഭഗവൻ മഹിത്വം, ഭഗവാന്റെ മഹിമയെല്ലാം സംസ്മൃത്യ നല്ലവണ്ണം സ്മരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വിസ്മിതതയോ അത്ഭുത പരതന്ത്രരായിക്കൊണ്ട് ആ യമകിങ്കരന്മാര് അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, ഏവ അച്യുത ആശ്രയജനം പ്രതിശങ്കമാന, ഇനി ഞങ്ങൾ അച്യുതനെ ആശ്രയിക്കുന്നവരെയൊന്നും ഞങ്ങൾ പോയി തൊടില്ല എന്ന് പറയാണ്. എന്ന് മാത്രമല്ല ദ്രഷ്ടും ച ബിഭ്രതി, അവരെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്, വല്ല അപകടമാവോ എന്നുള്ളത്. അതുകൊണ്ട് ഇനി അവരെ തൊടാൻ പോകുന്ന പ്രശ്നമില്ലെന്ന് അവർ പ്രതിജ്ഞ ചെയ്തിരിക്കണമെന്ന്. യമദൂതന്മാർ പേടിക്കാൻ കാരണം നിങ്ങളുടെയൊക്കെ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ്. ആ സമയത്ത് സീരിയലാണ് കാണുന്നതെങ്കിലോ നിങ്ങൾ യമദൂതന്മാരെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കും. അപ്പോൾ അതിനിടവരുത്തരുത്. ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. ഇതിഹാസമിമം കുഖ്യം ഭഗവാൻ കുംഭസംഭവം കഥയാമാസമലയാ ആസീനോ ഹരിമർച്ചയൻ. ഈ കഥ പണ്ട് ഭഗവാൻ കുംഭസംഭവ ആര് പറഞ്ഞു? ഈ രഹസ്യം അഗസ്ത്യ മഹർഷി മലയപർവ്വതത്തിൽ വെച്ച് ഇങ്ങനെ പറയപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഉപസംഹരിപ്പിക്കുകയാണ്. ഇതാണ് അജാമിളോപാഖ്യാനം. അജാമിൾ എന്ന് പറഞ്ഞാൽ തന്നെ കഥ, അതിൻ്റെ അർത്ഥം അജം എന്ന് പറഞ്ഞാൽ ജനനമരണമില്ലാത്ത ആത്മാവിനോട് മീളനം ചെയ്തവൻ ആരോ അവൻ അജാമിളൻ. അജം എന്നുള്ള ശബ്ദത്തിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ജനനമില്ലാത്തത്, ജനനമരണമില്ലാത്തത്. അത് ജനനമരണമില്ലാത്തത് മനസ്സിനും ജനനമരണമില്ല, മനസ്സിനും ജനനമരണമില്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനുമില്ല. മനസ്സിനോട് മീളനം ചെയ്തവൻ കാമക്രോധങ്ങൾക്ക് വശംവദനാവും. ആദ്യം അദ്ദേഹം മനസ്സിന് വശംവദനായി, അപ്പോൾ ഒരു പെണ്ണിലേക്ക് കാമം കൊണ്ട് ഒരു പെണ്ണിലേക്ക് ആകർഷിതനായി. പിന്നീട് അദ്ദേഹം അതേ മനസ്സിനെ ആരിലേക്ക് തിരിച്ചു? ജനനമരണമില്ലാത്ത ഭഗവാനിലേക്ക് തിരിച്ചപ്പോഴോ അദ്ദേഹം മുക്തനുമായി തീർന്നു പറയാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലോടും ചേരാൻ സാധിക്കും, മനസ്സിനെ കൊണ്ട് ഭഗവാനിലേക്കും ചേരാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ശക്തി നമ്മുടെ മനസ്സിനുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് ഇവിടെ ഉപസമരിപ്പിക്കണം. ഇനി അതിരസകരമായൊരു കഥയാണ് വൃത്രാസുര ചരിതത്തിലേക്ക് കടക്കുന്നത്. അപ്പം അതിനു മുമ്പ് നാരദ മഹർഷി ദക്ഷൻ്റെ പുത്രന്മാരോട് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട മന്ത്രമാണ് നാരായണ കവചം എന്നുള്ളത്.